കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം, നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറുമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അരക്കപ്പ് ചൊവ്വരി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചവ്വരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഊറ്റിയിട്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഞാനിതുപോലൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചവ്വരി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതൊന്ന് ഊറ്റിക്കളയാം, വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഇതുപോലെ ഊറ്റി വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് സ്റ്റാർച്ച് ഉണ്ടാവും ഈ ഒരു ചവ്വരിക്ക്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു പാനിനെ, നമ്മൾ ചവ്വരി വേവിച്ച ആ ഒരു പാനിനെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 തിള നന്നായിട്ട് അങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ. ചെറുതായിട്ടൊന്ന് പാലൊന്ന് കുറുകി വരണം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 50 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ, ഏലക്കായുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാഗോ വൈറ്റ് ചോക്ലേറ്റ് പായസം ഈ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാത്തത്. വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചോക്ലേറ്റ് ഒക്കെ ഒന്ന് അങ്ങ് മെൽറ്റായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് 1 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഞാൻ കട്ടിയാക്കിയിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാഗോ വൈറ്റ് ചോക്ലേറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്